ഇനി നമുക്ക് അറബ് നാടിന്റെ ചരിത്രത്തെ ഒന്ന് ലഘുവായിട്ട് പരിശോധിക്കാം. അറബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഷയാണ്. പലരും ഇതിനെ എന്തോ മതമൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഇറ്റ്സ് എ സെമിറ്റിക് ലാംഗ്വേജ്. ഇപ്പോൾ അറാമിയ, ഹീബ്രു, അറബിക് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 3 സെമിറ്റിക് ലാംഗ്വേജസ് ആണ്, ഭാഷകളാണ്. അതുപോലെ വേറെയും ഭാഷകളുണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട ഈ 3 ഭാഷയാണ് സെമിറ്റിക് ഭാഷകൾ എന്ന് പറയുന്നത്. ഇതൊരു സെമിറ്റിക് ഭാഷയാണ്. ഇതിന് ഇറ്റ് പ്രീഡേറ്റ്സ് ഇസ്ലാം. ഇതാണ് പലർക്കും അറിയാത്തത്. 8th സെഞ്ചുറി BC, ബിഫോർ കോമൺ എറ ഏകദേശം ഉത്ഭവിച്ച്, അന്ന് അത് വലിയ പ്രബലമൊന്നും അല്ലായിരിക്കും, പക്ഷെ അറബിക് എംപയറിന്റെ വളർച്ചയോട് കൂടിയാണ് ഈ ഭാഷ വളരുന്നത്. അതുവരെ വലിയ പ്രാബല്യത്തിലൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ ചെറിയ ഏരിയകളിൽ മാത്രം നിന്നൊരു ഏരിയയാണ്. പിന്നെ ഞാൻ നേരത്തെ ആദ്യത്തെ സയനിസത്തിന്റെ ചരിത്രത്തിൽ പറഞ്ഞ പോലെ ഈ വെസ്റ്റ് ഏഷ്യ ഇത് ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ആയിരുന്നു. കാരണം ഫെർട്ടൈൽ ക്രസന്റ് ആണ്. അന്നത്തെ കാലത്ത് ഫ്യൂഡലിസം ആണല്ലോ നിലനിന്നത്. ഫ്യൂഡലിസം അല്ലെങ്കിൽ കൃഷി ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ സിസ്റ്റമാണ് അന്ന് നിലനിന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 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 രാജാവിന് അല്ലെങ്കിൽ ഒരു എംപയറിന് എന്താണ് വേണ്ടത്? കൂടുതൽ ഭൂമി. കൂടുതൽ ഭൂമി ഉണ്ടാകുമ്പോഴേ അവർക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓൾ എംപയർസ് വെർ ലുക്കിംഗ് ഫോർ ലാൻഡ്. എല്ലാ എംപയർസിനും എന്ത് വേണം? ഭൂമി വേണം. അപ്പോ അന്നത്തെ കാലത്ത് റോമൻ എംപയർസ്, അസീറിയൻസ്, സുമേറിയൻസ്, പേർഷ്യൻസിൽ തന്നെ പല എംപയർസും ഉണ്ട്, ഗജർസ് എക്സെട്ര എക്സെട്ര, ഗ്രീക്ക് എംപയർ. ഇങ്ങനെ ഇവർക്കെല്ലാം തന്നെ ഭൂമി വെട്ടിപ്പിടിക്കുക. അലക്സാണ്ടർ ചക്രവർത്തി ഈ ഏരിയ മൊത്തം വെട്ടിപ്പിടിക്കാൻ യുദ്ധത്തിന് പോയ ഒരാളാണ്. ഏകദേശം ഇന്ത്യയുടെ പകുതി വരെ എത്തി. അപ്പോ അന്ന് വെസ്റ്റ് ഏഷ്യ ഒരു സംഘർഷ ഭൂമിയാണ്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോം ആൻഡ് പേർഷ്യൻ സംഘർഷം ഉണ്ടായി. ഏകദേശം 2ാം സെഞ്ചുറി അല്ലെങ്കിൽ 3ാം സെഞ്ചുറി BC-യിലാണ് റോമൻ എംപയർ ഒരു എംപയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നത്. അതിനുശേഷം അവർക്ക് പ്രധാനമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്ന പേർഷ്യൻസ് ആയിട്ടാണ്. അത് ഇറാനിയൻസ് ആർ നോട്ട് അറബിക്. അവരുടെ ഫാർസി ഭാഷയുണ്ട്. അവർക്ക് കൂടുതലും സെൻട്രൽ ഏഷ്യൻ ആൻസസ്ട്രി ആണുള്ളത്, റാദർ ദാൻ ലെവാന്റ് ഓർ മറ്റ് ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ. അതിനൊക്കെ കൂടുതൽ കുറച്ചും കൂടെ സെൻട്രൽ ഏഷ്യൻ ട്രൈബാണ് അവരുടെ ഈ സംഘർഷം എപ്പോഴും ലവാണ്ടിന് വേണ്ടിയും പേർഷ്യ, ഇറാഖ്. പേർഷ്യ എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇറാഖും കൂടെ പെടും. സിറിയ, ലെബനോൺ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടല്ലോ, ഇറ്റ് വാസ് ആർട്ടിഫിഷ്യലി കാർവ്ഡ് ഔട്ട്. ഇറ്റ്സ് ഓൾവേസ് സിറിയൻ. ലെബനോൺ എന്ന് പറഞ്ഞ സിറിയനാണ്. പിന്നെ ഫിലിസ്തീൻ എന്നൊക്കെ പറയുന്ന സ്ഥലം, അതിനെയാണ് ലെവാണ്ട്. ആ ലെവാണ്ട്, ഇറാഖ്, ഇറാൻ, ഈ പ്രദേശങ്ങൾ, ഈജിപ്റ്റ്, ഈ പ്രദേശങ്ങൾക്ക് വേണ്ടി സൗദി അറേബ്യ അന്നൊരു ഔട്ട്കാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അറേബ്യൻ പെനിൻസുല അന്ന് ആർക്കും വേണ്ടായിരുന്നു. കാരണം എന്താ? മരുഭൂമിയാണ്. അറേബ്യൻ പെനിൻസുലയിലെ 80% ഭൂമി മരുഭൂമിയാണ്. ഹെജാസ് എന്ന് പറയുന്ന ഒരു സ്ട്രിപ്പ്, അതായത് നമ്മുടെ റെഡ് സീയോട്, ചെങ്കടലിനോട് ചേർന്ന് നടക്കുന്ന ഒരു ചെറിയ സ്ട്രിപ്പ്, അവിടെ ഇവിടെ ഇടയ്ക്ക് പോപ്പുലേഷൻ. എന്തിനാണ് പോയി ഇത്ര ബുദ്ധിമുട്ട് പോയി പിടിക്കുന്നത്? പക്ഷെ ഫെർട്ടൈൽ ക്രസൻസ് അവർക്ക് വേണം, എല്ലാ സാമ്രാജ്യങ്ങൾക്കും വേണം. അവർ റോമൻസ് ആൻഡ് പേർഷ്യൻസ് ഇതിനു വേണ്ടി, എനിക്ക് തോന്നുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ നിലനിന്നിട്ടുള്ള ഏറ്റവും നീണ്ടു നിന്ന യുദ്ധം ഇവർ തമ്മിലായിരിക്കും. ഏകദേശം 7 നൂറ്റാണ്ടിന്റെ അടുത്ത് വരെ ഇവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. അവിടെയാണ് പുതിയൊരു ഫോഴ്സ് ആ ഏരിയയിൽ ഡെവലപ്പ് ചെയ്തു വരുന്നത്. അതാണ് അറബിക് എംപയർ സ്ഥാപിതമായുള്ള കാരണം. അതാണ് ഇപ്പോൾ മുഹമ്മദ് നബി, ഇപ്പോൾ പ്രോഫറ്റ് മുഹമ്മദിന്റെ ഏകദേശം 610 കോമൺ എറയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് പ്രോഫറ്റ് മുഹമ്മദിന്റെ പബ്ലിക് ലൈഫ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലൈഫ് തുടങ്ങുന്നത്, മതം പ്രചരിപ്പിക്കുന്നത്. അന്ന് അവിടെ ഖുറേഷികളെന്നും എന്നൊക്കെ പറയുന്ന പേഗൻസ് ആണ് അവിടെ താമസിക്കുന്നത്. പല പല വിശ്വാസങ്ങളുള്ള മനുഷ്യരാണ് അവിടെ താമസിക്കുന്നത്. ഏകദേശം 632 കോമൺ എറ ആയപ്പോഴത്തേക്ക് ഹി എസ്റ്റാബ്ലിഷ്ഡ് അവിടെ ഒരു ഇസ്ലാമിക് അല്ലെങ്കിൽ അറബിക് എംപയർ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ ഒരു എംപയർ എന്ന് പറയുമ്പോൾ ഒരു രാജ്യം ഉണ്ടാക്കി. ആ ഖുറേഷികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഖാലിദ് ഇബ്ൻ അൽ വാലിദ് എന്ന് പറയുന്ന ഒരു കമാൻഡർ. അത് പുള്ളി ഖുറേഷിയായിരുന്നു, പുള്ളി മുസ്ലിം അല്ല. അദ്ദേഹത്തിന് ഒരു തോന്നൽ തോന്നിയാണ്, അതായത് നമുക്ക് ഈ മുഹമ്മദ് നബിയുടെ ഫോഴ്സസിനോട് പിടിച്ചു വെക്കാൻ പറ്റില്ല, വി വിൽ ലൂസ്. അതുകൊണ്ട് പുള്ളി അവരുടെ കൂടെ ചേരുകയാണ്, കൺവേർട്ട് ചെയ്യുന്നു, ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പുള്ളിക്ക് പേര് കൊടുക്കുന്നത്, നബി പേര് കൊടുക്കുന്നത് എനിക്ക് സ്വാഡ് ഓഫ് അല്ലാ എന്നൊക്കെയാണ് പുള്ളിക്ക് പേര് കൊടുക്കുന്നത്, അതിന്റെ അറബിയിലെ പേര്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ.
ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക് വേൾഡിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കമാൻഡർ ആയിരുന്നു, ആർമി കമാൻഡർ അല്ലെങ്കിൽ ജനറൽ എന്നൊക്കെ പറയുന്ന ഇതിൽ. കാരണം അറബിക് എംപയർ സ്ഥാപിക്കുന്ന ഇയാളുടെ കഴിവുണ്ട് ബേസിക്കലി. പ്രോഫറ്റ് മുഹമ്മദ് 632 അദ്ദേഹം മരിക്കുന്നു. അതിനുശേഷം അബൂബക്കർ ആണ് അബൂബക്കർ ഖലീഫയാണ് ഭരണാധികാരിയായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് അബൂബക്കർ ഖലീഫയും 2 കൊല്ലം കണ്ട് നിൽക്കുന്നുള്ളൂ. അതിനുശേഷം ഉമർ ഖലീഫ. ഏകദേശം ഒരു 6-7 കൊല്ലത്തിനുള്ളിൽ ഈ അതുവരെ റോമൻസും പേർഷ്യൻസും കൺട്രോൾ ചെയ്തിരുന്ന ടെറിട്ടറി മൊത്തം ഖാലിദ് ബിൻ വാലിദ് പിടിച്ചെടുക്കുകയാണ്. ഈ വളരെ ചെറിയ ഫോഴ്സ്, അതായത് 3000 പേര് 4000 പേരുള്ള ആർമി വെച്ചിട്ട് 50,000 1,00,000 ഒക്കെ ഉള്ള ഫോഴ്സസിനെ ഇയാളെ സ്ട്രാറ്റജിക്കലി തോൽപ്പിക്കുകയാണ്. ഒരു ബാച്ചിൽ പോലും തോൽക്കാത്ത, സ്റ്റെയിൽമേറ്റ്സ് ഉണ്ടാവും, പക്ഷെ ഒരു ബാച്ചിൽ പോലും തോൽക്കാത്ത ഇപ്പൊ അലക്സാണ്ടറിനെ പോലത്തെ ഒരു വലിയൊരു ജനറൽ ആയിട്ട് തന്നെയാണ് ഈ പുള്ളിനെ അറബ് വേൾഡിൽ കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ്സ് ട്രൂ ആസ് വെൽ. കാരണം അത്രയും വലിയൊരു എംപയർ എങ്ങനെ ഉണ്ടാക്കി എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഈ പേർഷ്യൻസ് ആൻഡ് റോമൻസ് മൈറ്റി എംപയർസ്, ഇത്രയും വലിയ എംപയർസ് അടിപിടിക്കുമ്പോൾ നമ്മൾ ഈ റോണി ബാച്ചറുടെ സിനിമയിൽ ഇന്നസെന്റും ഐശ്വസും കൂടെ തല്ലി താഴെ കാലെ പിടിച്ച് വലിക്കുന്ന പോലെയാണ് അവർ. ഇതാരുടെ ഇത് ഇവിടെ തോന്നി പുതിയൊരുത്തൻ എന്ന് പറയുന്ന പോലെ. ഇതൊരു പുതിയ എംപയർ ആയിട്ട് അവർ കോൺകേഴ്സ് ആവും. ഏറ്റവും അവസാനം പിടിക്കുന്നത് യെറൂസലേമാണ്. അപ്പൊ യെറൂസലേം പിടിക്കുന്ന കാലത്ത് ഉമർ ഖലീഫയാണ് ഭരിക്കുന്നത്. ഖാലിദ് ബിൻ വാലിദ് സീജ് ചെയ്യുന്നു, അതായത് യെറൂസലേം ഈസ് പുട്ട് അറ്റ് സീജ്, വളയുകയാണ്. അപ്പൊ അവിടെ അന്ന് യെറൂസലേമിന്റെ ഭരണാധികാരി എന്ന് പറയുന്നത് ഒരു ബിഷപ്പാണ്, ഒരു സൊഫ്രാനോസ് എന്ന് പറയുന്ന ബിഷപ്പാണ്. ബിഷപ്പ് വന്നിട്ട് ലെറ്റ്സ് ഹാവ് ടേംസ് ഓഫ് സറണ്ടർ. അപ്പോ പക്ഷെ ഞാൻ നിങ്ങളുടെ നേതാവിനോട് മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പൊ ആദ്യം ഖാലിദ് ബിൻ വാലിദ് ഞാനാണ് ഉമർ ഖലീഫ എന്ന രീതിയിൽ പോസ് ചെയ്തിട്ട് സംസാരിക്കുമെങ്കിലും ഇല്ല, അയാൾക്ക് മനസ്സിലാവില്ല, നിങ്ങളല്ല ഇയാൾ, നിങ്ങൾ ജോലിക്കാരനാണ്, നിങ്ങളുടെ യഥാർത്ഥ മുതലാളി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉമർ ഖലീഫ വരുന്നു. ഇവരെന്താണെന്ന് അറിയാൻ ഈ പുള്ളിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം ഇത് ഏതാണ് ഈ പുതിയ ശക്തി വന്നത്, പുതിയ മതമാണ്. അങ്ങനെ എന്താണ് നിങ്ങളുടെ ടേംസ് ഓഫ് സറണ്ടർ അല്ലെങ്കിൽ ടേംസ് ഓഫ് വാർ? പറയുമ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഇവിടുന്ന് പോയി തന്നാൽ മതി. റോമൻസ് ഷുഡ് വെക്കേറ്റ്. റോമൻസ് ഇവിടുന്ന് ഭരണാധികാരികളെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ we will occupy or we will take control of Jerusalem. അപ്പൊ ആ റോമൻസ് ശരിക്കും ആശയപ്പെടും. കാരണം റോമൻസ് എവിടെ പോയാലും ആദ്യം അവിടെ ഒരു റൗണ്ട് കൊലപാതകം നടത്തും, ഒരു 2 റൗണ്ട് പില്ലേജിങ് നടത്തും. അങ്ങനെ എല്ലാ സിറ്റി പിടിച്ചെടുക്കുന്ന അങ്ങനെയാണ് റോമൻസ്. അപ്പൊ അവർ സർപ്രൈസ്ഡ്. അപ്പോ സൊഫ്രാനോസ് അപ്പൊ ചോദിക്കുന്നത് യുവർ റിലീജിയൻ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്, എന്താണ് നിങ്ങളുടെ റിലീജിയൻ? അപ്പൊ ഉമർ ഖലീഫ ഞാൻ പ്രാർത്ഥിക്കാൻ, അതായത് നിങ്ങളുടെ പ്രാർത്ഥനാ രീതി കാണിച്ചു തരൂ എന്ന് ഞാൻ പുള്ളി പറയുന്നുണ്ട്. അപ്പോ ശരി, ഞാൻ കാണിച്ചു തരാന്ന് പറയും. അപ്പോ എന്നാ എന്റെ പള്ളിയിലേക്ക് വരും. അപ്പോ ഉമർ ഖലീഫ പറയില്ല, ഞാനങ്ങനെ നിങ്ങളുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്റെ അനുയായികൾ ആ പള്ളി പൊളിച്ചു കളയും, എന്നിട്ട് അവിടെ ഞങ്ങളുടെ പള്ളി പണിയും. അതായത് ഞാനൊരു പുതിയ സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്ത് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് പള്ളി പണിയണമെന്നാണ് നമ്മുടെ ഒരു പരിപാടി. അങ്ങനെ പുള്ളി ക്ഷണിച്ച ആ പള്ളിയുടെ പേര് ഹോളി ചർച്ച് ഓഫ് സെപ്പൽക്കർ എന്നാണ്. അത് കോൺസ്റ്റാന്റിൻ ചക്രവർത്തി സ്ഥാപിച്ച പള്ളിയാണ്. അത് 1700 ഇയേഴ്സ് എങ്കിലും പഴക്കമുള്ള 4-ആം നൂറ്റാണ്ട് ഉണ്ടാക്കിയ പള്ളിയാണ്. അപ്പൊ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്, ഇസ്രായേലിൽ ഹോളി ചർച്ച് ഓഫ് സെപ്പൽക്കർ. സോ അയാൾ പറഞ്ഞ് ഒരു തുറസായ സ്ഥലം കാണിച്ചു തരൂ. അങ്ങനെ തുറസായ സ്ഥലം കാണിച്ചു കൊടുത്ത് അവിടെ പ്രാർത്ഥിച്ചാണ് ഇന്നത്തെ അൽ അഖ്സ മോസ്ക് ഉണ്ടാവുന്നത്, മുസ്ലിങ്ങളുടെ മോസ്ക്. അപ്പൊ ബേസിക്കലി അവരപ്പൊ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഈ ഇവിടെ ഒരു യഹൂദരുടെ ഇവിടെ ഉണ്ടായിരുന്ന യഹൂദരൊക്കെ അവിടെ പോയി? ഇല്ല, അവരൊക്കെ ഞങ്ങൾ പൊട്ടിച്ചത്. അപ്പൊ അവരുടെ ടെമ്പിൾ മൗണ്ട് അതൊക്കെ ഞങ്ങൾ പൊളിച്ചത്, ഇറ്റ്സ് ഇൻ റൂയിൻസ്. അപ്പോ ഇയാൾ ഇങ്ങനെ ഉമർ ഖലീഫ, നിങ്ങൾക്ക് എന്താ തലക്ക് വല്ല അസുഖം ഉണ്ടോ? നമ്മുടെ മതങ്ങളെല്ലാം ഇതിൽ നിന്ന് ഉത്ഭവിച്ചല്ലേ, ഇത് നമ്മളുടെ ഇവിടെ ഹോളി ലാൻഡ് അല്ലേ? സോ ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. കാരണം ഉമർ ഖലീഫയെ സംബന്ധിച്ചോളം ഇസ്ലാം എന്ന് പറയുന്നത് ജൂതായിസം 3.0 ആണ്. അത് ജൂതായിസം, ക്രിസ്ത്യാനിറ്റി ഈസ് ജൂതായിസം 1.0 ആൻഡ് ഇസ്ലാം ഈസ് ജൂതായിസം 3.0. പ്രോഫറ്റ്സ് വ്യത്യാസം ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇസ്ലാമിൽ ക്രിസ്തു പ്രോഫറ്റ് ആണ്, പ്രോഫറ്റ് എന്നോ അല്ലെങ്കിൽ മെസ്സഞ്ചർ എന്നോ പറയാം, പ്രോഫറ്റ് മുഹമ്മദ്. സോ അവരെ സംബന്ധിച്ചോളം അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്. ഓഫ് കോഴ്സ് ഇത് കഴിഞ്ഞിട്ട് വേറെ അറബ്സ് പോയിട്ട് പിന്നെ ഈ ഹോളി ചർച്ച് ഓഫ് സെപ്പൽക്കർ തകർക്കുന്നുണ്ട്, ഒരു അൽ ഹാക്കിം എന്ന് പറഞ്ഞത്. അത് 200 കൊല്ലത്തിന് ശേഷം, ബട്ട് അത് റീബിൽഡും ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. പക്ഷെ അന്ന് പറഞ്ഞത്, അന്ന് ഈ ഉമർ ഖലീഫ ഒരു 60-60ഓളം യഹൂദ കുടുംബങ്ങളെ പോയി കണ്ടുപിടിച്ചിട്ട് ഇവിടെ കൊണ്ട് സെറ്റിൽ ചെയ്യിക്കുക എന്ന് പറയുന്നത്. സോ അണ്ടർ അറബ്സിന്റെ അടിയിലാണ് ജെറൂസലേമില് ഈ 3 മതങ്ങളും ഏറ്റവും കൂടുതൽ കാലം സുരക്ഷിതമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞു. റോമൻസിന്റെ അടിയിലല്ല, ഇന്നത്തെ ഇസ്രായേലി റെജീമിന്റെ അടിയിലല്ല, വേറൊരു റെജീമിന്റെ അടിയിലല്ല, ബ്രിട്ടീഷുകാരുടെ അടിയിലല്ല.
ഇറ്റ് വാസ് ഓൾവേസ് അണ്ടർ അറബ്സ്. അറബ്സ് ടുക്ക് കെയർ ഓഫ് ഓൾ ത്രീ. ഇവർക്ക് ടെമ്പിൾ മൗണ്ടും ഹോളിയാണ്, അവർക്ക് സെപ്പൽക്കർ ചർച്ചും ഹോളിയാണ്, അൽ-അക്സ മോസ്കും ഹോളിയാണ്. ബിക്കോസ് ഇറ്റ്സ് എ കണ്ടിന്യൂഷൻ. അവരെ സംബന്ധിച്ചുള്ള ഒരു കണ്ടിന്യൂഷൻ ആണ്. മതം തുടങ്ങിയതും മതത്തിന്റെ അത്. സോ അറബ്സിന്റെ കീഴിലാണ് ഈ മൂന്ന് മതങ്ങളും ഏറ്റവും കൂടുതൽ സാഹോദര്യത്തോടെ അവിടെ ജീവിച്ചെന്നുള്ളത്. പലർക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയ്യേ എന്ന് പറയും. കാരണം നമ്മളെ പ്രൊപ്പഗാൻഡ വഴി ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചേക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ തോന്നുന്നതാണ്. ഇതിനുശേഷം ഈ അറബ്സിന്റെ ഉള്ളിൽ തന്നെ സിവിൽ വാർസ് ഉണ്ടാവുന്നുണ്ട്. സോ ബേസിക്കലി ഇതിന്റെ അകത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന കാര്യം അത് ലേറ്റർ ഞാൻ അത് കോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അന്ന് സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻസിൽ സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഉലീമ വർഗവും, അതായത് ഉലീമ എന്ന് പറഞ്ഞാൽ മതപുരോഹിതരുടെ വിഭാഗവും, റൂളിംഗ് അതോറിറ്റീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്മെൻ അല്ലെങ്കിൽ രാജാവ്, മന്ത്രി, ഇതൊക്കെ പറയുന്നത് റൂളിംഗ് സ്റ്റേറ്റ്സ്മെൻ അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം, സ്റ്റേറ്റും അവരും തമ്മിലൊരു സെപ്പറേഷൻ അവരെ ഈ സിവിൽ വാർസിന്റെ ഇടയിൽ അവർ സ്ഥാപിക്കുന്നുണ്ട്. ഇപ്പൊ നബിയുടെ കാലത്ത് ഇതെല്ലാം ഒരാൾ തന്നെയായിരുന്നു. അതായത് നബി ആയിരുന്നു റിലീജിയസ് ലീഡർ, നബി തന്നെയായിരുന്നു കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഫോഴ്സസ്, നബി തന്നെയായിരുന്നു സ്റ്റേറ്റ്സ്മാൻ അല്ലെങ്കിൽ റൂളർ. പിന്നീട് വന്ന എംപയർസിൽ ഇതിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. റിലീജിയസ് ലീഡേഴ്സിന്റെ ഉലീമ ക്ലാസ്സിന് ഒരു വിഭാഗവും, ഭരണാധികാരികൾക്ക് അത് ആരോട് യുദ്ധം ചെയ്യണം, ഏത് ടെറിട്ടറി പിടിച്ചെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരായിരിക്കും. അതിന്റെ അകത്ത് ഈ ഉലീമ വർഗം ഇടപെടില്ല. അതുപോലെ തന്നെ മതം എങ്ങനെ പ്രവർത്തിക്കണം, മതം എങ്ങനെ പ്രചരിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഇവരും ഇടപെടില്ല. സോ ഇറ്റ് വാസ് എ കംപ്ലീറ്റ് സെപ്പറേഷൻ. അത് ഏകദേശം 20-ാം നൂറ്റാണ്ട് വരെ അത് നിലനിന്നിട്ടുള്ള സാധനമാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാലും ഡിഫൈൻഡ്. അപ്പോൾ ഇതിനുശേഷം പല കാലിഫേറ്റുകൾ അവിടെ ഉണ്ട്. ഇപ്പൊ റാഷിദിയൻ കാലിഫേറ്റ് എന്ന് പറഞ്ഞാൽ 633 to 661 വരെ ഏകദേശം ഒരു 28 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലത്തിന്റെ അടുത്ത് നിന്ന ഒരു കാലിഫേറ്റ് ആണ്. സിവിൽ വാർ ആണ് ഇത്. അവരുടെ ഉള്ളിൽ തന്നെ ഒരു പവർ സ്ട്രഗിൾ ഉണ്ട്. ഇത്രയും വലിയൊരു എംപയർ ഉണ്ടാകുമ്പോൾ അതിന്റെ അകത്ത് തന്നെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ടാവില്ല. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. അത് കഴിഞ്ഞിട്ട് ഉമായദ് കാലിഫേറ്റിന്റെ അടിയിലാണ് അറബ് എംപയറിന്റെ ഏറ്റവും വലിയ എക്സ്പാൻഷൻ. അത് 711 എനിക്ക് തോന്നുന്നു ആ വർഷമാണ്. ഫ്രം സ്പെയിൻ ടു മോഡേൺ ഡേ പാകിസ്ഥാൻ, സിന്ധു നദി വരെ, സ്പെയിൻ മുതൽ സിന്ധു നദി വരെയും ഈജിപ്റ്റ് മുതൽ മൊറോക്കോ വരെയും അറബ് എംപയർ നിലനിന്നു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ എംപയർ, ആ സ്റ്റേജ് ആയിരുന്നു. അതിനുശേഷം അത് ഡിറ്റീറിയേറ്റ് ചെയ്യുന്നുണ്ട് കാലകാലങ്ങളിൽ. പിന്നീട് വരുന്നത് അബ്ബാസൈഡ് എംപയർ ആണ്. അബ്ബാസൈഡ് എംപയറിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ റഷീദൻ എംപയറിന്റെ കാലത്ത് മെക്ക മെദീനയായിരുന്നു മെയിൻ സിറ്റീസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഉമായിദ് എംപയറിൽ വരുമ്പോൾ അവരത് ഡമാസ്കസിലേക്ക് മാറ്റും. ഡമാസ്കസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഹ്യൂജ് സിറ്റി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പ്രധാനപ്പെട്ട നഗരമാണ് സിറിയയിലെ ഡമാസ്കസ്. സോ ദേ ഷിഫ്റ്റഡ് ദെയർ ദിസ് ടു ഡമാസ്കസ്. പിന്നീട് വരുന്ന അബ്ബാസൈഡ് എംപയർ ചെയ്യുന്നത് ദേ ഈവൻ ഷിഫ്റ്റ് ദ ക്യാപിറ്റൽ ടു ബാഗ്ദാദ്. ബാഗ്ദാദ് എന്ന് പറഞ്ഞൊരു നഗരം എന്ന് പറഞ്ഞാൽ 1200 കൊല്ലം പഴക്കമുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് വളരെ പ്രാചീനമാണ്. പക്ഷേ ഈ അലപ്പോയും ഡമാസ്കസും ജെറുസലേമും ജെറീക്കോയും ആക്രയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ശിശുവാണ്. താരതമ്യേന പുതിയ നഗരമാണിത്. സോ അതൊരു വില്ലേജ് ആയിരുന്നു. അതിനെ മാറ്റി അബ്ബാസൈഡ് എംപയർ ഇതിനൊരു വലിയ, അതായത് ഒരു വലിയ ഫോർട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ലൈക്ക് ഇൻപെഗ്നബിൾ, അതായത് ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ലെയർ ഓഫ് ഡിഫൻസ് ആണ് ഫോർട്ടിന്റെ ഉള്ളിൽ. ആ രീതിയിൽ തകർക്കാൻ പറ്റാത്ത വിശ്വാസം എന്നൊക്കെ പറയുന്നത്, തകർക്കാൻ പറ്റാത്ത ഒരു കോട്ടയാണ് അവർ ഉണ്ടാക്കുന്നത്. ആർക്കും അതിനെ ഇൻവേഡ് ചെയ്ത് പിടിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അതും ചെയ്യുന്നുണ്ട്. അത് ചെയ്തത് മംഗോൾസ് ആണ്. അത് അബ്ബാസൈഡിന്റെ എംപയർ എൻഡ് ചെയ്യുന്നത് 1258 1258 മംഗോൾസ് ഇൻവേഷൻ, മംഗോളിയൻസ്. ഈ പ്രധാനപ്പെട്ട 3 കാലിഫേറ്റ്സ് ആണ് ഈ അറബ് എംപയർസിന്റെ പ്രതാപ കാലഘട്ടത്തിൽ നിലനിന്നത്. ഇതിന്റെ ഇടയിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ്സ് ആണ് ക്രൂസൈഡ്സ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഈ ക്രിസ്ത്യൻ മുസ്ലിം ഹേറ്റ് എങ്ങനെ ഉണ്ടാവും പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ പ്രധാന കാരണം. ഇത് ക്രൂസൈഡ്സ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പൊളിറ്റിക്കൽ തിങ്. പക്ഷെ അതിന് ഉപയോഗിക്കുന്നത് ഈ ക്രിസ്ത്യൻ മുസ്ലിം ഹേറ്റ്സ് ഉണ്ടാക്കാൻ. ഏകദേശം ഈ റോമൻ എംപയർ ഡിക്ലൈനിൽ 2 റോമൻ എംപയർസ് ഉണ്ട്. വെസ്റ്റേൺ റോമൻ എംപയർ ഉണ്ട്, ഈസ്റ്റേൺ റോമൻ എംപയർ ഉണ്ട്. വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ റോം എന്ന് പറയുന്നത് ഒരു സിംബോളിക് ക്യാപിറ്റൽ ആയിട്ട്, ആദ്യകാലത്തിൽ റോം ആയിരുന്നു അതിന്റെ ക്യാപിറ്റൽ. പക്ഷെ പിന്നീട് അത് 476 അത് നശിച്ചു പോകുന്നു. അതിനുശേഷം റവീനും മിലാനും ഒക്കെ ആയിരുന്നു അതിന്റെ ക്യാപിറ്റൽ. റോം അല്ലായിരുന്നു. റോം സെപ്പറേറ്റ്സ് ഇറ്റ്സെൽഫ്. അത് പോപ്പിന് താമസിക്കാനുള്ള സ്ഥലമാണ്, പോപ്പിന്റേതാണ്. ദേ ഓൾസോ ഹാവ് ദാറ്റ് സെപ്പറേഷൻ. പോപ്പ് വേറെ, രാജാവ് വേറെ. അതുപോലെ കോൺസ്റ്റാന്റിനോപ്പോൾ, അത് കോൺസ്റ്റാന്റിനോ ചക്രവർത്തി ഉണ്ടാക്കുന്ന ഒരു പേരാണ് കോൺസ്റ്റാന്റിനോപ്പോൾ. അതായത് ഇന്നത്തെ ഇസ്താൻബുൾ, തുർക്കിയിലെ ഇസ്താൻബുൾ. അത് കേന്ദ്രീകമായിട്ട് ബെസന്റീൻ എംപയർ എന്ന് പറയുന്ന ഒരു ഈസ്റ്റേൺ റോമൻ എംപയർ, 2 റോമൻ എംപയർസ് നിലനിന്നുണ്ട്. അത് തകരുന്നത് പിന്നീടാണ് 1352 തകരുന്നത്.
അത്രയും കാലം നിലനിന്നു 2000 കൊല്ലം നിലനിന്നിട്ടുണ്ട് ഈ റോമൻ എംപയർ. പലരും റോമൻ എംപയറിന്റെ തകർച്ച പറയുന്നത് വെസ്റ്റേൺ റോമൻ എംപയറിന്റെ തകർച്ചയാണ് 476. ബട്ട് ദാറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. 2 റോമൻ എംപയർസ് ഉണ്ട്. അതുപോലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അന്നന്ന് പ്രധാനപ്പെട്ട 5 ഫിഗേഴ്സ് ആണുള്ളത്. ഒന്ന് പോപ്പ് ഓഫ് റോം, റോമിലെ പോപ്പ്. പോപ്പ് ഓഫ് അലക്സാൻഡ്രിയ, ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ പോപ്പ്. പിന്നെ പാട്രിയാർക്ക് ഓഫ് അന്ത്യോക്ക, സിറിയയിലെ പാട്രിയാർക്ക്. അതുപോലെ പാട്രിയാർക്ക് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, അതുപോലെ ആർച്ച് ബിഷപ്പ് യെറൂസലേം. ഇതായിരുന്നു അവരുടെ 5 പവർ സ്ട്രക്ചർ. ഇവർ തമ്മിൽ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് ഇവർ തമ്മിൽ ഒരു അടി ഉണ്ടാവുന്നുണ്ട്. ഇത് അങ്ങനെയാണ് റോമൻ കാത്തലിക്സ് ഉണ്ടാവുന്നത്, ഗ്രീക്ക് ഓർത്തഡോക്സ് ഉണ്ടാവുന്നത്. അപ്പൊ ഓർത്തഡോക്സ് ആൻഡ് കാത്തലിക്സ് എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാവുന്നത് ഇതാണ്. ബേസിക്കലി പറഞ്ഞു അന്ന് 11ാം നൂറ്റാണ്ടിൽ സെൽജിക് എംപയർ എന്ന് പറഞ്ഞൊരു എംപയർ അല്ലെങ്കിൽ സെൽജിക് ഡൈനാസ്റ്റി ഉണ്ടാവുന്നുണ്ട്. സെൽജിക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടർക്സ്, അനറ്റോളിയ എന്ന് പറഞ്ഞാൽ തുർക്കി, ഇന്നത്തെ തുർക്കി. അവര് അനറ്റോളിയനെ റീനെയിം, അവരുടെ ഡൈനാസ്റ്റിയുടെ പേരിൽ, അവരുടെ ഐഡന്റിറ്റി പേരിൽ റീനെയിം ചെയ്തതാണ് തുർക്കി എന്നൊക്കെ പറയുന്നത്. ബേസിക്കലി സെൽജിക്സ് ഈ റോമൻ എംപയറിന്റെ ഡിക്ലൈൻ, വളരെ ഡിക്ലൈൻ ആയി. അത് മാത്രമല്ല സെൽജിക്സ് വല്ലാണ്ട് കയറി റോമൻസിനെ ആക്രമിക്കുക, അവരുടെ ടെറിട്ടറി പിടിച്ചെടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് അലക്സിസ് കൊമനോസോസ് എന്ന് പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ചക്രവർത്തി, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ചക്രവർത്തി, ഇത് വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയ പുള്ളി നേരെ പോയിട്ട് ഈ അടിയെല്ലാം മറന്ന് പോപ്പിനെ, ഇറ്റലിയിൽ പോയിട്ട് പോപ്പിനെ കാണാൻ പോകും. എന്നിട്ട് പറയും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം, നമുക്ക് വി ഷുഡ് ഗോ ബാക്ക് ടു അവർ ഗ്ലോറി, നമ്മുടെ റോമൻ എംപയറിന്റെ നമ്മൾ ഈ അടിയെല്ലാം വിവാഹിതെല്ലാം മാറ്റിയിട്ട്. അപ്പോൾ അന്ന് എനിക്കൊന്ന് അർബൻ എന്നും കണ്ടാണ് പോപ്പിന്റെ ഒരു അർബൻ രണ്ടാമൻ. വൈ നോട്ട്, ലെറ്റ്സ് ടേക്ക് ജെറുസലേം, ലെറ്റ്സ് റീക്ലെയിം ജെറുസലേം, നമുക്ക് ആ ഭൂമി നമുക്ക് പിടിച്ചെടുക്കാം. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ തിങ്. അതായത് അധികാരം നിലനിർത്താൻ വേണ്ടി, ഭൂമികൾ പിടിച്ചെടുക്കാൻ വേണ്ടി, അവരുടെ എംപയർ വികസിക്കാൻ വേണ്ടിയുള്ളതാണ് കോർ സാധനം. മതം അതിനുള്ള റീസണാണ്. കാരണം എന്താ, ജെറുസലേമിലാണ് നമ്മളുടെ മതത്തിന്റെ, ഫസ്റ്റ് ഓഫ് ഓൾ റോമൻസ് വേർ നോട്ട് ഈവൻ ക്രിസ്ത്യൻസ്, ദേ വർ പേഗൻസ്. പിന്നീട് കൺവേർട്ട് ചെയ്തതാണ്. സോ ഇപ്പൊ ഭൂരിപക്ഷം റോമൻസും ക്രിസ്ത്യൻസ് ആണ്. സോ അപ്പോൾ ആളുകളെ ബോട്ടിൽ കയറ്റണം, അതായത് മെഡിറ്ററേനിയൻ കടൽ കടക്കാനുള്ള കപ്പലിൽ കയറ്റണം, അല്ലെങ്കിൽ തുർക്കി വഴി അന്ത്യോക്യയിലേക്ക് അല്ലെങ്കിൽ സിറിയയിലേക്ക് വരാനുള്ള ഇതിലെ ആൾക്കാർ ഇറങ്ങണ്ടേ, ആൾക്കാർ ഇറങ്ങണേൽ എന്തെങ്കിലും ന്യായം പറയണ്ടേ. അതാണ് പറഞ്ഞ്, നിങ്ങൾ ജെറുസലേം പിടിക്കാൻ നിങ്ങൾ ക്രൂസേഡ്സിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അപ്പൊ അങ്ങനെ പീറ്റർ ദ ഹെർമിറ്റ് എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ് പറഞ്ഞത്, യു ഹേർഡ് ദ പോപ്പ് പറഞ്ഞു, ഇനി യെസ് ലെറ്റ് സ്റ്റാർട്ട്. അങ്ങനെ പീപ്പിൾസ് ക്രൂസേഡ്സ് എന്ന് പറയുന്ന ക്രൂസേഡ്സ് തുടങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വളരുന്നു. അത് അവിടുത്തെ ലോക്കൽ രാജാക്കന്മാരും എല്ലാവരും ചെയ്തിട്ട്, ഈ പ്രധാനപ്പെട്ട ഈ രാജാക്കന്മാരെല്ലാം പേര് ഒന്നെങ്കിൽ റെയ്മണ്ട് എന്നായിരിക്കും, അല്ലെങ്കിൽ ബാൾഡിൻ. ഇവര് ആൻഡ് ഫസ്റ്റ് ക്രൂസേഡ്സ് വാസ് വെരി സക്സസ്ഫുൾ. അറബ്സിന്റെ കയ്യിൽ നിന്ന് അവര് കൗണ്ടി ഓഫ് എഡേസ എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ സൗത്ത്, പിന്നെ പ്രിൻസിപ്പാലിറ്റി ഓഫ് അന്ത്യോക്ക സിറിയ, കൗണ്ടി ഓഫ് ട്രിപ്പോളി സിറിയയുടെ സൗത്ത്, പിന്നെ കിങ്ഡം ഓഫ് യെറൂസലേം പലസ്തീൻ, ഇത് പിടിച്ചെടുക്കുന്നു. ഇതിനുശേഷം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതായത് അറബുകളുടെ നിന്നാണ് ഇത് പിടിച്ചത്. അപ്പൊ അറബികളെ വെറുതെ ഇരിക്കില്ലല്ലോ, അവര് തിരിച്ചടിക്കും. അവര് തിരിച്ചടിക്കുന്നതിനെ ഡിഫെൻഡ് ചെയ്യാൻ വിട്ട അടുത്ത ക്രൂസേഴ്സ് ആണ് സെക്കൻഡ് ക്രൂസേഴ്സ്. ഒരു 4-5 ക്രൂസേഴ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് വാസ് സ്റ്റെയിൽമേറ്റ്, കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. തേർഡ് ക്രൂസേഡ് ആണ് പ്രധാനപ്പെട്ടത്. അതിനൊരു സിനിമ തന്നെയുണ്ട്, കിങ്ഡം ഓഫ് ഹെവൻ. കിങ്ഡം ഓഫ് ഹെവന്റെ ഡയറക്ടേഴ്സ് കട്ട് കാണുവാണെങ്കിൽ, തിയേറ്ററിക്കൽ കട്ട് കാണരുത്, ഒന്നും മനസ്സിലാവില്ല. അവിടെയാണ് സലാഹുദ്ദീൻ എന്ന് പറഞ്ഞത്, ഈ ഖാലിദ് ബിൻ വാലിദ് പോലെ തന്നെ ഒരു റെസ്പെക്ടഡ് കമാൻഡർ ഇൻ ചീഫ്, അല്ലെങ്കിൽ കമാൻഡർ അല്ലെങ്കിൽ ജനറൽ, ഈജിപ്ഷ്യൻ ആയിരുന്നു അദ്ദേഹം. he basically reclaims Jerusalem and half of the Crusaders property. അതായത് സിറിയ പിടിച്ചു, ട്രിപ്പോളി പിടിച്ചു, ജെറുസലേം പിടിച്ചു. കിങ്ഡം ഓഫ് ഹെവനിൽ അതിന്റെ ലാസ്റ്റ് ജെറുസലേം കോൺക്വസ്റ്റ് ആണ് അത് കാണിക്കുന്നത്. അതിന്റെ അത് ഇച്ചിരി മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു നായകനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ മോസ്റ്റ്ലി ഇറ്റ് ഇസ് ആക്യുറേറ്റ്. സോ ഈ ഒരു ക്രൂസൈഡിനെയാണ്, ഈ അറബിക് വേൾഡും യൂറോപ്പും തമ്മിലുള്ള ഈ ക്ലാഷിന്, ഈ എംപയറുകൾ തമ്മിലുള്ള അധികാരം പിടിക്കാനുള്ള ക്ലാഷിനെയാണ് പിന്നീട് ജനങ്ങളെ റിലീജിയൻ പറഞ്ഞ് പറ്റിക്കാനും അല്ലെങ്കിൽ അവരെ തമ്മിൽ തല്ലിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഇറ്റ് വാസ് പ്യൂർലി പൊളിറ്റിക്കൽ. അത് ഓരോ എംപയർസിന്റെയും നിലനിൽപ്പിന് വേണ്ടിയുള്ള മനുഷ്യനും കൂട്ടക്കുരുതി കൊടുക്കുന്ന ഇതായിരുന്നു. ദെൻ ഓഫ് കോഴ്സ് ഫോർവേഡ് ടു 14th century ഓട്ടോമൻസ് വരുന്നു. മെഹമ്മദ് ടു കോൺസ്റ്റാന്റിനോപ്പിൾ സീജ് ചെയ്യുന്നു, തകർക്കുന്നു. മെഹമ്മദ് ടു ഓട്ടോമൻ എംപയർ സ്ഥാപിക്കുന്നു. പിന്നീട് ഒരു 500 കൊല്ലത്തേക്ക് അത് ഓട്ടോമൻസിന്റെ കയ്യിലാണ്. ഏകദേശം 19ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴാണ് അന്നത്തെ ഈ നേരത്തെ ഞാൻ ഈ പറയുന്ന എംപയർസ് എല്ലാം തന്നെ ലാൻഡ് ബേസ്ഡ് എംപയർസ് ആയിരുന്നു. അതായത് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള ടെറിട്ടറിയിലേക്ക് പോവുക, ഇനി ഇടയ്ക്ക് ഒരു സീ ഉണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ കപ്പൽ കയറി പോവാം എന്നുള്ളതല്ലാണ്ട്
ഏകദേശം 90% ഇറ്റ് വാസ് ഓൾ ലാൻഡ് ബേസ്ഡ് എംപയർ, കണക്റ്റഡ് ആയിട്ടുള്ള ലാൻഡുകൾ പിടിക്കുക എന്നുള്ളത്. ഏകദേശം 15th സെഞ്ചുറിയിലാണ് ഫസ്റ്റ് ആയിട്ട് സീ റൂട്ട്, അതായത് നേവൽ എംപയർസ് ഉണ്ടാകാൻ തുടങ്ങിയത്. ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷ്, സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ, 5 രാജ്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതാണ് പ്രധാനപ്പെട്ട 5. അവര് കാരണം ദേ ആർ മിസ്സിംഗ് ഔട്ട് ദ ആക്ഷൻ. ഈ യൂറോപ്പ് ഇത്രയും കാലം അന്ധകാരത്തിലാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ദ ആക്ഷൻ ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ വെസ്റ്റ് ഏഷ്യ, ഇന്ത്യ, ചൈന. അന്നത്തെ പ്രധാനപ്പെട്ട ഏറ്റവും റിച്ച് ആയിട്ടുള്ള സിവിലൈസേഷൻസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഏഷ്യയിലും, അതായത് മിഡിൽ ഈസ്റ്റിലും, ഇന്ത്യയിലും, ചൈനയിലും. ദേ ആർ മിസ്സിംഗ് ഔട്ട് ഇൻ ദ ആക്ഷൻ. പക്ഷെ യൂറോപ്പിൽ ഈ പുതിയ റിനൈസൻസ് ഉണ്ടാവുന്നു, അവരുടെ ശാസ്ത്രശാന്തികമായിട്ട് അവർ വളരുന്നു, അവർ പ്രൊഡക്റ്റ് ഇൻഡസ്ട്രിയലൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് ആവശ്യമുണ്ട്, റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. ആൻഡ് ദേ ആർ മിസ്സിംഗ് ഔട്ട് ഇൻ ആക്ഷൻ. അവർക്ക് ഈ ആക്ഷനിലൊന്നും പങ്കില്ല. അപ്പൊ അവർക്ക് അതിനോട് ആക്സസ് ഇല്ല. അപ്പൊ നമുക്ക് കപ്പലുകൾ ഉണ്ടാക്കാം, നമുക്ക് ടെറിട്ടറികൾ പിടിച്ചെടുക്കാം. അങ്ങനെയാണ് അവർ ഈ യൂറോപ്യൻസ് മാരിടൈം എംപയർസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നേവൽ എംപയർ, കപ്പലുകൾ എടുത്തുകൊണ്ട് പോയി ലോകത്തെ പിടിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് മധ്യേഷ്യയിൽ താല്പര്യം വന്നു. മധ്യേഷ്യയിൽ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്ക, ഇന്ത്യ, ഇന്ത്യൻ സമുദ്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷൻ ആൻഡ് അറബിക് സീ, ഇതിനെ യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ലാൻഡ് മാസ് ആണ് വെസ്റ്റ് ഏഷ്യ. അപ്പൊ അതിന്റെ കൂടെ ഇവര് മാരിടൈം എംപയർ ആയതുകൊണ്ട് അത് കപ്പലുകൾ കൊണ്ടാണ് ഇവർ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്. ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിക്കുന്നത് അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് കൊള്ളയടിക്കുന്നത് കൊണ്ടുപോകുന്ന കപ്പലാണ്. അപ്പൊ ഇത് ആഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഫുഡ് വഴിയാണ് പോകുന്നത്. സോ ദേ ക്രിയേറ്റഡ് എ കനാൽ. ഈജിപ്തില് സൂയസ് കനാൽ എന്ന് പറഞ്ഞ കൃത്രിമമായിട്ടൊരു കനാൽ ഉണ്ടാക്കുന്നു. സോ സ്ട്രാറ്റജിക്കലി ദാറ്റ് പൊസിഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദം. ബ്രിട്ടീഷുകാർക്കും അതെ, ഫ്രഞ്ചുകാർക്കും അതെ, അവർക്കെല്ലാം കോളനി ഉണ്ട് ഇവിടെ. അവർക്ക് ആ അതിപ്പോ ഇതിനെ ഫണ്ട് ചെയ്യുന്ന ഈ 2 രാജ്യങ്ങളാണ്, ഫ്രാൻസും ഇംഗ്ലണ്ടും കൂടിയാണ്, അല്ലെങ്കിൽ ബ്രിട്ടനും കൂടിയാണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നത്. ഈജിപ്തും അതിന്റെ അതൊരു ചെറിയെന്നല്ല, ബഹുഭൂരിപക്ഷം അതിനെ ഉപയോഗിച്ചിരിക്കുന്ന ലേബർ ഈജിപ്തിന്റെയാണ്. കാശും ഫണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് മൈനോറിറ്റി ഷെയറേ ഉള്ളൂ, 10% കണ്ട ഷെയർ കൊടുത്തുള്ളൂ. ബാക്കി മെജോറിറ്റി ഷെയർ മൊത്തം അതിന്റെ വരുമാനം കപ്പം പിടിക്കാനുള്ളത്. അതിൽ പോകുന്ന കപ്പലിൽ നിന്ന് കപ്പം പിരിക്കുക. സോ ഈ മെജോറിറ്റി ഷെയർ ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട് ആണ് കൺട്രോൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ മധ്യേഷ്യ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ മധ്യേഷ്യ കൺട്രോൾ ചെയ്യുന്നവനാണ് സൂയസ് കനാലിൽ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഏരിയ മൊത്തം അവർക്ക് അത് മാത്രമല്ല ഫെർട്ടൈൽ ക്രസന്റ് ആണ്, അതിന്റെ അകത്ത് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. സോ ഇന്ത്യയെ എങ്ങനെയാണ്, ഇന്ത്യ എത്രത്തോളം അവർക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നു അതുപോലെ തന്നെയായിരുന്നു ആഫ്രിക്ക ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ മധ്യേഷ്യ അവർക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൊസിഷൻ. അതുകൊണ്ട് തന്നെ അവര് മധ്യേഷ്യയെ പിടിക്കാൻ, ഓട്ടോമൻസിന്റെ ഇത് പിടിക്കാൻ പല കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഇത് ലാൻഡ് റൂട്ട് കൂടിയാണല്ലോ, ഇറ്റ് ഇസ് കണക്റ്റഡ്. അതായത് ഇന്ത്യയിൽ നിന്ന് ലാൻഡ് വഴിയും കണക്റ്റഡ് ആണ്, തുർക്കി വഴി കണക്ട് ചെയ്ത് ബ്രിട്ടനിലേക്ക് പോകും. അതൊരു കാര്യം. 3, ഓയിലിന്റെ ഡിസ്കവറി. ബ്രിട്ടീഷുകാർക്ക് ആദ്യകാലങ്ങളിൽ തന്നെ അറിയായിരുന്നു ഇവിടെ ഓയിൽ പോലെ. കാരണം ഇവരുടെ റെക്കോർഡ്സിലെല്ലാം തന്നെ ഈ യുദ്ധങ്ങൾ നടക്കുന്ന കാലസമയത്ത് മധ്യേഷ്യയിൽ ദെയർ സിറ്റീസ് വെയർ ലിറ്റ് വിത്ത് ലൈറ്റ്, അതായത് വിളക്കുകളാൽ തെളിക്കപ്പെട്ട നഗരങ്ങളുള്ള സ്ഥലമായിരുന്നു മധ്യേഷ്യ. അന്ന് യൂറോപ്പ് അന്ധകാരത്തിൽ, ലിറ്ററലി അന്ധകാരത്തിലായിരുന്നു. അവർക്ക് വിളക്കുമില്ല, തീയുമില്ല എന്ന് പറഞ്ഞാൽ ജ്യോതിയും വന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. പൊട്ടറ്റോ ഫാമിംഗ് മാത്രം, അല്ലെങ്കിൽ പൊട്ടറ്റയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും ചെറിയ ചെറിയ ഫാമൊക്കെ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരായിരുന്നു അന്ന്. വെസ്റ്റ് ഏഷ്യ വാസ്, ഇന്ത്യ, വെസ്റ്റ് ഏഷ്യ, ചൈന വാസ് ഓൺ പീക്ക് ഓഫ് സിവിലൈസേഷൻ അന്ന്. അപ്പൊ അവർക്ക് അറിയായിരുന്നു ഇവിടെ എന്തോ സംതിങ് ദാറ്റ് ബേൺസ് ഉണ്ട്. അപ്പോ ഓയിൽ അവിടെ ഉണ്ട്. ഓയിലാണ് ഇനിത്തെ ഫ്യൂച്ചർ. കാരണം അന്ന് സ്റ്റീം എഞ്ചിനിലേക്ക് മാറി. ഇനി സ്റ്റീം എഞ്ചിൻ കൊണ്ട് പറ്റൂല, ഇനി നമുക്ക് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഇത് വരും, ഇത് ഫ്യൂച്ചർ ആണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മധ്യേഷ്യ അവർക്ക് പിടിച്ചെടുക്കണമെന്ന് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ഓട്ടോമൻസിനെ ആക്രമിക്കുന്നത്. അപ്പൊ അന്ന് ഈ ടെറിട്ടറി മൊത്തം, വെസ്റ്റ് ഏഷ്യ, ലവാണ്ട്, ഇറാഖ്, ഇറാൻ, അറേബ്യൻ പെനിൻസുല, ഈജിപ്ത്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഓട്ടോമൻസ് ആണ്. സോറി, ഈജിപ്ത് ബ്രിട്ടീഷുകാരുടെ പ്രൊട്ടക്ട് ആയിരുന്നു, അവർ പിടിച്ചിരുന്നു, ഓൾറെഡി കോളനൈസ് ചെയ്ത്. സോ ഇങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പിറന്നത്. ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ. ജർമ്മനി, റഷ്യ, ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ്, ഈ 4 രാജ്യങ്ങൾക്ക് കോളനികൾ പകുത്തെടുക്കണമായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ കോളനികൾ വേണമായിരുന്നു. അല്ലെങ്കിൽ മറ്റവന്റെ കോളനിയിൽ കയറി ആ കോളനി നമ്മുടേതാക്കണം. ഇതിനാണ് അവര്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ആർച്ച് ഡ്യൂക്ക് ഫെർഡിനൻഡിനെയൊക്കെ കൊന്നു, അതുകൊണ്ടാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് ദാറ്റ്സ് നോൺസെൻസ്. അതുകൊണ്ടല്ല, ഇത് കോളനികൾ കാർവ് ഔട്ട് ചെയ്യാൻ ഉണ്ടായ ഒരു ഇമ്പീരിയൽ യുദ്ധമാണ്. സോ അന്ന് റഷ്യ, ഫ്രാൻസ് ആൻഡ് പിന്നെ ബ്രിട്ടൻ ഒരു ചേരിയിലായിരുന്നു. ജർമ്മനിയും ഓട്ടോമൻ എംപയർ ഒരു ചേരിയിലായിരുന്നു. ജർമ്മനി വാസ് എ ആസ്പയറിംഗ് കോളനൈസർ. ചെറിയ കോളനികൾ ഉണ്ടായിരുന്നു, അതായത് ആഫ്രിക്കയിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ കോളനികൾ ഉണ്ടായിരുന്നുള്ളൂ ജർമ്മനിക്ക്. ബട്ട് കോളനൈസർ തന്നെയായിരുന്നു. ഈ ഫ്രാൻസിനെ പോലെയോ ഇംഗ്ലണ്ടിനെ പോലെയോ ആയിരുന്നില്ല. ദേ വാണ്ടഡ് ടു ബിക്കം ലൈക്ക് ദാറ്റ്, ആസ്പയറിംഗ് കോളനൈസർ. അതുകൊണ്ടാണ് അവരാണ് തുടങ്ങുന്നത്, ഈ യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ ഓട്ടോമൻസിനെ ബ്രിട്ടൻ
നേരിടുകയാണ്. ഇവിടെയാണ് സയനിസ്റ്റുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഓട്ടോമൻസിന്റെ കയ്യിൽ നിന്ന് പലസ്തീൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ ആ ഭൂമി ഞങ്ങൾക്ക് തരണമെന്ന് അവർ ലോബി ചെയ്യും. അപ്പൊ ഒരു ബ്രിട്ടീഷുകാരും ശരി നിങ്ങൾക്ക് തരാം. കാരണം അന്ന് യൂറോപ്യൻസിന്റെ ഇടയിൽ ജൂതവിരോധം അങ്ങോട്ട് ഇന്നും ഉണ്ട് കേട്ടോ. പക്ഷെ അന്ന് വളരെ 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 കൂടുതലാണ്. അപ്പൊ അവര് ഇവന്മാരെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് തള്ളാം എന്നുള്ള ഒരു നറേറ്റീവിലാണ് അവരും ഇരിക്കുന്നത്. അതായത് അളിയ നീ എന്റെ വീട്ടിൽ താമസിക്കണ്ടേ, നിനക്ക് ഞാൻ അപ്പുറത്തൊരു സ്ഥലം ഒരുക്കി തരാം എന്ന് പറയുന്നത് അത് സ്നേഹം കൊണ്ടല്ല, നിങ്ങൾ എന്റെ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു രാജ്യം ഉണ്ടാക്കി തരാമെന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പോകും എന്ന് പറയുന്ന ഒരു ഹെയ്റ്റിന്റെ പുറത്താണ്. നിങ്ങൾ അവിടെ പോയി താമസിച്ചു, ഇവിടെ വേണ്ട, എന്റെ വീട്ടിൽ എന്റെ സ്ഥലത്ത് ഇവിടെ വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതുകൊണ്ടാണ് വേറെ സ്ഥലം ഉണ്ടാക്കി തരുന്നത്. സോ അതൊന്ന്. സോ ദ ഫസ്റ്റ് ട്രീറ്റ് ഈസ് സയനിസ്റ്റുമായിട്ട് അവർ ഒരു ട്രീറ്റ് ഉണ്ടാകും. 2 ഫ്രാൻസ് ആയിട്ട് ഒരു ട്രീറ്റ് ഉണ്ടാകും. സൈസ്-പീക്കോ അഗ്രിമെന്റ് എന്ന് പറയുന്ന സൈസ്-പീക്കോ അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ അടുത്ത് പറയുന്നത് ഓട്ടോമൻസിനെ തോൽപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കും, സിറിയൻ ലെബനോണും നീ എടുത്തു, ബാക്കി ഞാൻ എടുത്തോളാം. അത് ഫലസ്തീൻ, ഇറാഖ്, ഇറാൻ, ജോർഡൻ, ഇതൊക്കെ സിറിയൻ ഫലസ്തീനും നിങ്ങൾക്ക് തരാം. അതാണ് ഫ്രാൻസ് ആയിട്ട് ഉണ്ടാക്കുന്ന ട്രീറ്റ്. റഷ്യ ആയിട്ട് ഒരു ട്രീറ്റ് ഉണ്ടാക്കുന്നു. മൂന്നാമത് ഒരു ട്രീറ്റ് റഷ്യയോട് പറയുന്നത് ഇറാൻ ഹ്യൂജ് ലാൻഡ് മാസ്. ഇറാൻ അങ്ങനെ മാത്രമല്ല അതൊരു വലിയ മൗണ്ടനസ് ആയിട്ടുള്ള റീജിയൻ ആണ്. അങ്ങനെയൊന്നും കോൺകർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാസ്പിയൻ കടൽ വഴി നിങ്ങൾ റഷ്യ ഇറാന്റെ നോർത്തേൺ സൈഡ് പിടിക്കുക, നമ്മൾ സദേൺ ഈജിപ്തിൽ നിന്ന് ഞങ്ങൾ സദേൺ സൈഡ് ആക്രമിച്ച് പിടിക്കുക. സോ ലെറ്റ്സ് നമുക്ക് ഭാഗിച്ചെടുക്കാം, ഇറാനെ നമുക്ക് ഭാഗിച്ചെടുക്കാം. അവരുമായിട്ട് അങ്ങനെ ഒരു എഗ്രിമെന്റ്. അപ്പൊ ഇത് ബോൾഷെവിക് വിപ്ലവം നടന്നിട്ടില്ല. അതായത് അവിടെ ഇപ്പോഴും സാറ് തന്നെയാണ്, ഇമ്പീരിയൽ റഷ്യ തന്നെയാണ്. അവര് ഓക്കെ എന്ന് പറയും. ഇനി 4ാമത് വേറൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഹെജാസിന്റെ ഭരണാധികാരിയായിരുന്നുള്ള ഹുസൈൻ ബിൻ അലി എന്ന് പറയുന്ന രാജാവ്. അത് രാജാവ് എന്നല്ല, അവര് ഓട്ടോമൻ എംപയറിന്റെ അടിയിൽ കടന്നൊരു അണ്ടർലോഡാണ്. അത് അവരുടെ ഓവർലോഡ്സ് എന്ന് പറയുന്നത് ഓട്ടോമൻസ് ആണ്. സോ അവരുടെ അടുത്ത് ബ്രിട്ടീഷുകാർ പറയുന്നത് നിങ്ങൾ ഈ ഓട്ടോമൻസ് ഒരുപാട് ഉപദ്രവിച്ചല്ലേ. അതായത് ഓട്ടോമൻസ് ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചു, അത് ഞങ്ങളുടെ കൂടെ നിൽക്കും, ഞങ്ങൾ ഇവരെ തോൽപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കും. അപ്പോൾ ഹുസൈൻ ബിൻ അലി ഹെജാസിന്റെ ഭരണാധികാരി, അതായത് ആ സൗദി അറേബ്യയുടെ ആ സ്ട്രിപ്പ്, മക്ക മദീന ഉള്ള ആ സ്ട്രിപ്പ് പറഞ്ഞു ഓക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം, ഞങ്ങൾക്ക് എന്ത് വരും. അത് പറഞ്ഞ് സിറിയ തൊട്ട്, അതായത് പഴയ ഹാഷമൈറ്റ് എംപയർ, ഇവര് ഹാഷമൈറ്റ്സ് ആണ്, പഴയ ഹാഷമൈറ്റ് ഡൈനാസ്റ്റി കൺട്രോൾ ചെയ്തിരുന്ന ഫ്രം സിറിയ ടു യമൻ വരെ നിങ്ങൾക്ക് ഞങ്ങൾ എഴുതി തരാം. അപ്പോ കോൺട്രഡിക്റ്റിംഗ് ആണ് ഈ 4 പേരോടും പറയുന്ന സാധനങ്ങളും കോൺട്രഡിക്റ്റിംഗ് ആണ് ബ്രിട്ടീഷുകാർ. ആൻഡ് ദേ വെരി സക്സസ്ഫുൾ. അവർ യുദ്ധം ജയിക്കുന്നു, അവർ ടെറിട്ടറി എല്ലാം പിടിച്ചെടുക്കുന്നു. ബട്ട് ബോൾഷെവിക് വിപ്ലവം നടക്കുമ്പോൾ റഷ്യൻസ് ഇതിന്റെ ഈ സൈസ്-പീക്കോ അഗ്രിമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ അവർ പുറത്തു വിടുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ക്ലാഷ് ആവുന്നില്ല. സയനിസ്റ്റ് പറയുന്നില്ല നിങ്ങൾ ഞങ്ങളോട് ഒരു കാര്യം പറയുന്നു, പിന്നെ ഹുസൈൻ ബിൻ അലിയോട് തരുന്നു. ഹുസൈൻ ബിൻ പറഞ്ഞു അല്ല നിങ്ങൾ ഫ്രാൻസിന് സിറിയയും പിന്നെ ലബനോണും കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് തരാന്ന് പറഞ്ഞു. ഈ രീതിയിൽ വരുന്നത്. ഫൈനലി അവർ സെറ്റിൽമെന്റിൽ എത്തുന്നു. സിറിയ ലെബനോൺ ഗോസ് ടു ലെബനോൺ ഈസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് കൺട്രി. സിറിയ അവർ കാർവ് ഔട്ട് ചെയ്ത് ഡിവൈഡ് ആൻഡ് റൂൾ ആണ്. അത് കാർവ് ഔട്ട് ചെയ്തിട്ട് ഫ്രാൻസിനും ലണ്ടനിലും ഒക്കെ ഇരുന്നുകൊണ്ട് അവർ ബേസിക്കലി ഒരു പേപ്പറിൽ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്, ബോർഡേഴ്സ് വരയ്ക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനെയും ബർമയൊക്കെ കട്ട് ചെയ്തോട്ട് കാർവ് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് വരച്ച് വിടുക. ഫ്രാൻസിന് കിട്ടുന്നത് സിറിയൻ, ലബനോൺ, പലസ്തീൻ, മാൻഡേറ്റ് ഓഫ് പലസ്തീൻ എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ വയ്ക്കുന്നു. ഹുസൈൻ ബിൻ അലിക്ക് ജോർദനും, അയാൾക്ക് 2 മക്കളാണ്, അബ്ദുള്ളയും ഫൈസലിന് ഇറാഖും അബ്ദുള്ളയ്ക്ക് ജോർദനും കൊടുക്കും. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ആണ് അലി ഇബ്ൻ ഹുസൈൻ, അയാൾക്ക് സൗദി അറേബ്യ അയാളുടെ കാലശേഷം അത് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ആ സൗദി അറേബ്യ പിന്നീട് സൗദ് ഫാമിലി പിടിച്ചെടുക്കുന്നത്. ദാറ്റ് ഇസ് എ ഡിഫറെന്റ് സ്റ്റോറി. പിന്നെ അങ്ങനെയാണ് അവിടെ സൗദ് ഭരണം വരുന്നത്. സൗദി എന്ന കുടുംബം അല്ലെങ്കിൽ ഒരു ഡൈനാസ്റ്റിയുടെ ഭരണം, അങ്ങനെയാണ് അത് സൗദി അറേബ്യ ആയിരുന്നത്. എനിക്ക് 1934 കണ്ടാണ് സൗദി അറേബ്യ മാറുന്നത്. സോ ഇങ്ങനെയാണ് ആ റീജിയനെ ഈ ഇമ്പീരിയൽ പവേഴ്സ് കാർവ് ഔട്ട് ചെയ്ത് അവരുടെ ഇമ്പീരിയൽ ഇന്റൻഷൻസിന് വേണ്ടി, ഓയിലിന് വേണ്ടി, സൂയസ് കനാലിന്റെ കൺട്രോളിന് വേണ്ടി, ഇമ്പീരിയൽ എക്സ്ട്രാക്ഷൻ, അതായത് റിസോഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ആ രാജ്യങ്ങളെല്ലാം വെട്ടിമുറിച്ച് പരസ്പരം കാർവ് ഔട്ട് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനുള്ള സ്ഥലങ്ങളാക്കി മാറ്റുന്നത്. ഇതാണ് അറബിക് ഹിസ്റ്ററി. ഏകദേശം 2ാം ലോക മഹായുദ്ധം വരെ ഏകദേശം ഇതാണ്. അങ്ങനെയാണ് ഈ രാജ്യങ്ങളെല്ലാം ഉണ്ടായത്. ജോർദൻ ഈസ് എ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് കൺട്രി, ലെബനോൺ, ഇറാഖ്, ഈവൻ ഇറാൻ ആസ് വെൽ. ഇങ്ങനെ ഈ രാജ്യങ്ങളിലും 2 തരത്തിലുള്ള മൂവ്മെന്റ്സും പിന്നെ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒന്ന് മൊണാർക്കികൾ. ജോർദൻ ഒരു മൊണാർക്കിയാണ്. സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ഒമാൻ, യമൻ ഇതെല്ലാം മൊണാർക്കികളായിട്ട് നിലനിൽക്കുന്നു. ഈജിപ്റ്റ് ഡെമോക്രൈസ് ചെയ്യുന്നു.
കുറെ കാലത്തിന് ശേഷം. മൊണാർക്കി ആയിരുന്നു. 40s അവസാനം വരെ monarchy ആയിരുന്നു. ഇറാൻ ഡെമോക്രൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഫെയിലിയർ ആവുന്നുണ്ട്. പിന്നീട് അവർ സക്സസ് ആവുകയും ചെയ്യുന്നുണ്ട് ഡെമോക്രാറ്റിക് ആയിട്ട്. അതായത് ലിബറൽ ഡെമോക്രസി എന്നൊക്കെ നമ്മൾ പറയുന്ന ജനങ്ങൾ വോട്ട് ചെയ്ത് പാർലമെന്റിലേക്ക് ആളുകൾ അയക്കുന്ന ഒരു സിസ്റ്റം സിറിയയിൽ വരുന്നുണ്ട്, പിന്നീട് ഈജിപ്തിൽ വരുന്നുണ്ട്, ലെബനോണിൽ വരുന്നുണ്ട്, ഇറാഖിൽ വരുന്നുണ്ട്, ഇറാനിൽ വരുന്നുണ്ട്. അപ്പൊ ഈ അറബ് വേൾഡിൽ തന്നെ ഈ രണ്ട് ഫ്രിക്ഷൻസ് ഉണ്ട്. ഇവർക്ക് മൊണാർക്കികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങാനും ഈ ജനങ്ങൾക്ക് ഡെമോക്രസി വേണമെന്ന് തോന്നിയാലോ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിലുണ്ട്. ഡെമോക്രറ്റ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ, അതായത് ഡെമോക്രസി അല്ലെങ്കിൽ സോ കോൾഡ് ഡെമോക്രസി എലക്ഷൻ വന്ന രാജ്യങ്ങളുടെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എങ്ങാനും കമ്മ്യൂണിസ്റ്റുകാർ റവല്യൂഷൻ ഉണ്ടാക്കിയാലോ എന്നുള്ളത്. കാരണം കമ്മ്യൂണിസ്റ്റ് അന്ന് മധ്യേഷ്യയിൽ വളരെ ശക്തമായിട്ട് കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇറാനിലും ഇറാഖിലും സിറിയയിലും ലബനോണിലും പലസ്തീനിലും എല്ലായിടത്തും തന്നെ, ഈജിപ്തിലും. അപ്പോ ബട്ട് ദേ ഓൾസോ ഹാഡ് എ ഫ്രിക്ഷൻ ബിറ്റ്വീൻ. ഇവർ തമ്മിലുള്ള ബേസിക് ഇൻട്രസ്റ്റുകൾ വ്യത്യസ്തമാണ്. അതായത് ഇപ്പൊ ഈജിപ്ത് ഡെമോക്രസി ആകുമ്പോൾ ദേ വാണ്ടഡ് ടു ബിക്കം മോഡേൺ ഇൻഡസ്ട്രിയലൈസ് കൺട്രി. ഇറാഖ്, സിറിയ ഇതെല്ലാം അതാണ് ആഗ്രഹിച്ചത്. ഇറാനും അങ്ങനെ ആയിരുന്നു. ഒരു മോഡേൺ ആയിട്ടുള്ള നമ്മളുടെ സ്വന്തം കാലിൽ നിന്ന് ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ രാജ്യമാകുന്നു. മൊണാർക്കികളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാജഭരണം നിലനിൽക്കണം, വേറെ എന്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് സൗദി അറേബ്യ അമേരിക്കയായിട്ട് സെറ്റിൽമെന്റിൽ എത്തുന്നത്. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഞാൻ ഓയിൽ തരാം, ആന്തരികമായ സംരക്ഷണം. അതായത് അതായത് ഞങ്ങളുടെ ജനങ്ങൾക്ക് ഞങ്ങളുടെ സൗദി കുടുംബത്തിന്റെ ഭരണം അട്ടിമറിക്കാൻ തോന്നിയാലോ, പുറത്തു നിന്ന് ആരെങ്കിലും ഞങ്ങൾക്ക് ഭീഷണിയായാലോ സൈനികമായിട്ട് നിങ്ങളെ സഹായിക്കണം. അല്ലെങ്കിൽ അമേരിക്ക വെച്ച ഓഫറാണ്, അത് അവർ ചോദിച്ചതല്ല. അത് സൗദി അറേബ്യയിൽ ഓയിൽ കണ്ടുപിടിക്കുമ്പോൾ അങ്ങനെയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് സൗദി അറേബ്യയുമായിട്ടുള്ള ആ ഡീൽ ഉറപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും സൗദി അറേബ്യയിൽ ഇത്രയധികം ആർമി ബേസ് ഉള്ളത് യുഎസിന്. അത് അവരുടെ ആ കുടുംബത്തിന്റെ ഭരണം നിലനിർത്താൻ വേണ്ടി. അപ്പൊ സൗദി കുടുംബത്തിന്റെ ഭരണം നിലനിൽക്കുന്ന കാലത്തോളം അവിടുന്ന് എണ്ണ ഫ്രീ ആയിട്ടല്ല, സോറി, അരാംകോ കമ്പനിക്ക്, അമേരിക്ക ആൻഡ് സൗദിയുടെ ഓയിൽ കമ്പനിയാണ് അരാംകോ, വഴി അമേരിക്കയിൽ അത് ആക്സസിബിൾ ആണ്. സോ ഏകദേശം ഇതാണ് അറബ് വേൾഡിന്റെ ഒരു പൊളിറ്റിക്സും അറബ് വേൾഡിന്റെ ഒരു ചരിത്രവും, ഏകദേശം ഒന്നാം ലോക രണ്ടാം ലോക മഹായുദ്ധ കാലം വരെ.